ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന പ്രിയ അച്ഛനും അധ്യക്ഷം വഹിക്കുന്ന പ്രിയ അച്ഛനും അതുപോലെ തന്നെ ഇതിൻ്റെ ചുമതലക്കാരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. വീണ്ടും ഇന്ന് കടന്നു വരുവാൻ ലഭിച്ച അവസരത്തെ ഓർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും വളരെ ഹാർദവമായി ഞാനും സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് രാത്രിയിൽ നാം വായിച്ച വേദഭാഗത്ത് നിന്ന് ചില ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. അടിസ്ഥാനപരമായ ക്രിസ്തീയ ഉപദേശങ്ങളുടെ അടിസ്ഥാനപരമായ ചില ചിന്തകളാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ഞങ്ങൾ ഒരുപാട് വർഷം കേട്ടതാണ്. അതുകൊണ്ട് ഇതിനകത്ത് വേറെ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട. ഞാൻ ഒരുപാട് പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള ഒരു വിഷയമാണിത്. എന്നാൽ അടുത്ത സമയത്ത് ഇത് പഠിക്കുവാനും ധ്യാനിക്കുവാനും ഇടയായപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു മാറ്റത്തിന്, ഒരു അനുഗ്രഹത്തിന് കാരണമായി എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഇന്ന് രാത്രികാലം എടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 5 പ്രാവശ്യം പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അതാണ് അതിലെ പ്രധാന വിഷയവും. അതിന് പുതുതായി ജനിക്കുക, ആത്മാവിനാൽ ജനിക്കുക, ചില പരിഭാഷകളിൽ ഉയരത്തിൽ നിന്ന് ജനിക്കുക, ഇങ്ങനെയുള്ള ഇത് 5 പ്രാവശ്യം കർത്താവ് തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു ആവർത്തിച്ച് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് പുതുതായി ജനിക്കുക. അതിൻ്റെ എന്തിനാണ് പുതുതായി ജനിക്കുക എന്ന കാര്യവും വളരെ കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഒരു വ്യക്തി പുതുതായി ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം, ഉയരത്തിൽ നിന്ന് ജനിക്കണം. നമ്മൾ വീണ്ടും ജനിക്കുക എന്നൊക്കെ പറയുന്ന അതേ അർത്ഥമാണ് അവിടെ വരുന്നത്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, രക്ഷിക്കപ്പെടുക, നിത്യജീവൻ പ്രാപിക്കുക, പാപക്ഷമ പ്രാപിക്കുക, ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ വിവിധ തലങ്ങളുണ്ട് എങ്കിൽ തന്നെ പൊതുവെ ഒരർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കർത്താവ് ഒരു സ്ഥലത്ത് പറയുന്നത് ദൈവരാജ്യം കാണണമെങ്കിൽ എന്ന് പറയുന്നുണ്ട്, കാണണമെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അത് എന്നിട്ട് പറയുകയാണ്, അങ്ങനെ രക്ഷിക്കപ്പെടണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, പാപക്ഷമ പ്രാപിക്കണമെങ്കിൽ പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം, ഉയരത്തിൽ നിന്ന് ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം. വളരെ കൃത്യമായി വ്യക്തമായി ക്രിസ്തു പറഞ്ഞതായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഇവിടെ ഒരു സാമ്യപ്പെടുത്തലുണ്ട്. സാമ്യപ്പെടുത്തി അത് നാം മുൻപോട്ട് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അനാലജി എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ ഒരു പ്രതിരൂപമായി കർത്താവ് ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവ് പറയുകയാണ്, ജനനം, ഒരു ജനനം സംഭവിക്കണം, ജനനം. അപ്പം ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തെയാണ് കർത്താവ് പഠിപ്പിച്ചപ്പോഴൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ജനനം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ, ഈ ഭൂമിയിൽ ഇന്ന് വരെ പിറന്നിട്ടുള്ള സകലമാന മനുഷ്യരുടെയും ജനനത്തിന് വേണ്ടി അവർക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ ജനനത്തിനു വേണ്ടി എനിക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ശാരീരികമായ ജനനത്തിനു വേണ്ടി ഒരു മനുഷ്യനെ യാതൊന്നും ചെയ്യുവാൻ സാധിക്കാത്തതുപോലെ ആത്മികമായ ജനനത്തിനു വേണ്ടി, അല്ലെങ്കിൽ വീണ്ടും ജനനത്തിനു വേണ്ടി, പുതുതായി ജനിക്കുന്നതിന് വേണ്ടി, ഉയരത്തിൽ നിന്ന് ജനിക്കുന്നതിന് വേണ്ടി യാതൊന്നും ഒരു മനുഷ്യനും ചെയ്യാൻ സാധിക്കില്ല. അതാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്ത ആ ഭാഗത്തു നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചു. ഒരു മനുഷ്യൻ്റെ ജനനത്തിൽ അവന് യാതൊരു പങ്കുമില്ല, യാതൊന്നുമില്ല. ഒരു കുട്ടി ഈ ഭൂമിയിലേക്ക് ജനിക്കും, ആ കുട്ടിക്ക് യാതൊരു പങ്കുമില്ല. അതുപോലെയാണ് ആത്മീയ ജനനം. മുൻപോട്ട് പഠിക്കുമ്പം കാണാൻ സാധിക്കും.
അത് 100% ഒരു ദൈവിക അത്ഭുതമാകുന്നു എന്നുറപ്പുള്ളവർക്ക് മുൻപിൽ മാത്രം തുറക്കുന്നതാണ് ദൈവരാജ്യം. ആത്മീയ ജനനം, പുതുതായ ജനനം, വീണ്ടും ജനനം, ഉയരത്തിൽ നിന്നുള്ള ജനനം എന്നുള്ളത് 100% ഒരു ദൈവിക അത്ഭുതമാകുന്നു എന്ന് ഉറപ്പുള്ളവർക്ക് മുൻപിൽ മാത്രം തുറക്കുന്നതാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള വഴി, പാപക്ഷമ, നിത്യജീവൻ, സ്വർഗം, ഇപ്പോഴും നിത്യതയിലുമുള്ള സകല അനുഗ്രഹങ്ങളും അവർക്ക് മാത്രമുള്ളതാണ്. വേറെ ആർക്കും അത് ബൈബിളിൻ പ്രകാരം ഇല്ല. ഇത് വളരെ സങ്കുചിതമായി ചിന്തിക്കുന്നു എന്ന് ചിലർ പറഞ്ഞേക്കാം. പക്ഷേ ബൈബിൾ അങ്ങനെ പറയുന്നത്. ഇന്നലെ ഞാൻ സംസാരിച്ച ബൈബിളിനെ കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും സങ്കുചിതമെന്ന് പലരും ചിന്തിച്ചേക്കാം. പക്ഷേ നമുക്കൊക്കെ ആധികാരികമായി പറയുവാൻ സാധിക്കുന്ന അത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓരോരുത്തരുടെ തോന്നലുകൾക്ക് പറയാൻ അതിന് മുൻകൈ അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല. പാപക്ഷമ, നിത്യജീവൻ, സ്വർഗം, മാത്രമല്ല ഈ ഭൂമിയിലും നിത്യതയിലുമുള്ള നമ്മുടെ ജീവിതത്തിലെ സകലമാന അനുഗ്രഹങ്ങളും ഓഫർ ചെയ്തിരിക്കുന്നത്, വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരേ ഒരു കൂട്ടമെന്ന് പറയുന്നത് പുതുതായി ജനിക്കുന്നവർ മാത്രമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ദൈവത്തിൽ നിന്ന് മാത്രം സംഭവിക്കുന്ന ഈ അത്ഭുതത്തിൻ്റെ ഗുണഭോക്താവായി ഒരു പാപി തീരുന്നതിലൂടെ മാത്രമാകുന്നു ഈ അനുഭവത്തിൽ അവർ എത്തുന്നത്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൽ നിന്ന് മാത്രം സംഭവിക്കുന്ന ഈ അത്ഭുതത്തിൻ്റെ ഗുണഭോക്താവായി ഒരു മനുഷ്യന് തീരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഭാഗത്ത് നാം വായിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് കാണുന്നത്. ഇവിടെ നിക്കോദിമോസ് എന്ന് പറയുന്നതായിട്ടുള്ള മനുഷ്യൻ യേശുവിൻ്റെ അടുത്ത് വരികയാണ്. അവൻ രാത്രിയിൽ വന്നു എന്നാണല്ലോ നമ്മൾ വായിച്ചത്. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്നു. പകൽ വരാൻ സാധിക്കാതിരുന്നതിൻ്റെ ആ സാഹചര്യം ഞാൻ പറയാം. യേശുവിൻ്റെ അടുത്ത് വന്നു. അവൻ യേശുവിനോട് പറയുകയാണ്, യേശുവിനെ ഉയർത്തിപ്പറയുകയാണ്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിനെ ഉയർത്തി പൊക്കി സംസാരിച്ചു. അപ്പോൾ യേശു ആ മനുഷ്യനോട്, നിക്കോദിമോസിനോട് പറഞ്ഞ മറുപടിയാണ് വീണ്ടും ജനിക്കുക അല്ലെങ്കിൽ പുതുതായി ജനിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിക്കോദിമോസ് ഒരു പരീശനായിരുന്നു. പരീശൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് പരീശൻ എന്ന് പറയുന്ന പദം നമ്മൾ തെറ്റായിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ പരീശൻ എന്ന് പറയുന്നത് ഒരു തെറ്റായ പദം ആയിരുന്നില്ല. യേശുവിൻ്റെ സമയത്ത് ഏതാണ്ട് 6000 പരീശന്മാരുണ്ടായിരുന്നു. 6000 പരീശന്മാരുണ്ടായിരുന്നു. പരീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്ന വ്യക്തികളാണ്. കാരണം ദൈവവചനത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ കൽപ്പനകളിൽ മോശയിക ന്യായപ്രമാണം അതേപടി അനുസരിക്കാൻ, പരീശൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടവൻ എന്നുകൂടിയാണ്. അത് സെപ്പറേറ്റഡാണ്. കാരണം അവൻ മറ്റു കാര്യങ്ങളൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അവന് അത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് അവൻ അതിനുവേണ്ടി സെപ്പറേറ്റഡായിരുന്നു. അങ്ങനെയുള്ളവനായിരുന്നു പരീശൻ. അവനൊരു പരീശനായിരുന്നു. പരീശൻ്റെ മനോഭാവം എന്ന് പറയുന്നത് നാം ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുമ്പോൾ 18-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പറയുന്നത് ഒരു പരീശനും അതുപോലെ തന്നെ ഒരു ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയതിനെക്കുറിച്ച് കർത്താവ് ആ ഉദാഹരണം പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, പരീശൻ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ, ഈ പാപിയെപ്പോലെ അല്ലാത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. ഞാൻ എനിക്ക് ലഭിക്കുന്ന സകലത്തിൻ്റെയും പതാരം കൊടുക്കുന്നു. ഞാൻ ഇവനെപ്പോലെയല്ല എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കർഷമായ ജീവിത രീതി ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു പരീശന്മാരെന്ന് പറയുന്നത്. അവർ സാധാരണക്കാരായിരുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളായിരുന്നു അവർ. നിക്കോദിമോസ് ഒരു പരീശനായിരുന്നു.
മാത്രമല്ല ഇവിടെ വായിക്കുന്നവൻ യഹൂദ പ്രമാണിയായിരുന്നു. പ്രമാണി, ഈ വാസ് എ ലീഡർ എന്നാണ് പറയുന്നത്, യഹൂദ പ്രമാണിയായിരുന്നു. അത് മാത്രമല്ല നാം ഉപദേഷ്ടാവായിരുന്നു, ഇവനൊരു ഉപദേഷ്ടാവായിരുന്നു. കർത്താവ് 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിരിക്കെ ടീച്ചറായി, അവരൊരു ടീച്ചറായി. അതും മാത്രമല്ല യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യത്തിൽ പറയുന്നത് അവൻ യഹൂദന്മാരുടെ സന്നിധി സംഘത്തിൻ്റെ അംഗമായിരുന്നു എന്ന് പറഞ്ഞാൽ, സന്നിധി സംഘമെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ സുപ്രീം കോർട്ടായിരുന്നു. സുപ്രീം കോർട്ടിലെ അംഗമായിരുന്നവൻ. കാരണം അവരുടെ നിയമങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരുത്തിയിരുന്നത് ഈ സന്നിധി സംഘമായി. അപ്പോൾ 70 പേരടങ്ങുന്ന ഈ സന്നിധി സംഘത്തിലെ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് പോലെ ഒരു അത്ര പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. പാരമ്പര്യം പറയുന്നത് യെരുശലേമിലെ 3 ധനവാന്മാരിൽ ഒരുവനായിരുന്നു. ഏറ്റവും അധികം ധനമുണ്ടായിരുന്ന 3 പേരിൽ ഒരാളായിരുന്നു ഈ പറയുന്നതായിട്ടുള്ള നിക്കോദിമോസ്. നമ്മുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അഡാനിയെ പോലെ ആയിരിക്കും അല്ലേ, അങ്ങനെ. കാരണം അത്രയും പണം, വലിയ സമ്പത്തുള്ളവനായിരുന്നു. അതിന് സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീശന്മാരുടെ പഠിപ്പീരുകളിൽ ഒരു കാര്യം, ദൈവാനുഗ്രഹമെന്ന് പറയുന്നത് സമ്പത്തുണ്ടാകുന്നതിൻ്റെ അതും ദൈവാനുഗ്രഹം അളക്കുന്ന ഒരു അളവുകോലായിരുന്നു. പരീശന്മാരുടെ പഠിപ്പീരനുസരിച്ച് ഒരുപാട് പണമുള്ളവനല്ല, ഒരുപാട് സമ്പത്തുള്ളവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ചിന്തിച്ചിരുന്ന, അത് ബൈബിളിൻ്റെ പഠിപ്പീരല്ല കേട്ടോ, അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരു കൂട്ടമായിരുന്നു ഈ പറഞ്ഞതായിട്ടുള്ള പരീശന്മാർ. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെയും പണമുണ്ടാക്കുന്നതിൽ തെറ്റില്ല എന്ന നിഗമനത്തിൽ, കൺക്ലൂഷൻ, ഉപസംഹാരത്തിൽ വന്നിരുന്നവരായിരുന്നു. അതുകൊണ്ടായിരുന്നിരിക്കാം പരീശന്മാരൊക്കെ നല്ല പണമുള്ളവരായിരുന്നു, സമ്പത്തുള്ളവരായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, യെരുശലേമിലെ 3 ധനവാന്മാരിൽ ഒരുവനായിരുന്നു ഇവൻ. എല്ലാം കൊണ്ടും ഇവൻ വളരെ ഉയർന്ന നിലയിലുള്ള ഒരു വ്യക്തിയായിരുന്നു നിക്കോദിമോസ്. അവൻ പരീശനായിരുന്നു, ഉപദേഷ്ടാവായിരുന്നു. മാത്രമല്ല അവൻ ധനവാനായിരുന്നു, എല്ലാം കൊണ്ടും തികഞ്ഞവനായിരുന്നു. എന്നാൽ അവൻ്റെ ഹൃദയത്തിലൊരു ശൂന്യത, അവന് തന്നെ അറിയാം, ഞാനീ കാണിക്കുന്നത് പുറമേ എല്ലാവർക്കും അംഗീകാരം ആകുന്നുവെങ്കിൽ തന്നെ എൻ്റെ ഉള്ളിൽ അതിനൊരു തൃപ്തിയില്ല, ഒരു ശൂന്യത. പുറമേ എൻ്റെ മതം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, എന്നാൽ ഉള്ളിൽ ഒരു ഉറപ്പില്ലായ്മ, ഒരു ഭയം. താൻ ഒരു കപടഭക്തനെന്ന് തനിക്ക് തന്നെ തോന്നുന്നു. ഒരുപക്ഷെ അവൻ സംശയത്തിലും ഇതിൻ്റെ ആകുലതയിലും ആകെ വലഞ്ഞു കാണും. സത്യസന്ധമായി ജീവിതത്തെ പരിശോധിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും തങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതെന്നുള്ളതിൽ സംശയമില്ല. സത്യസന്ധമായി എത്ര ഉയർന്നവരാണെങ്കിലും ഓർക്കണം, ഈ മനുഷ്യൻ അവരുടെ മതത്തിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന മനുഷ്യനാണ്, സമൂഹത്തിലെ ഏറ്റവും ഉയർന്നവനാണ്. പുറമേയുള്ള ഒരു കാര്യത്തിന് അവനൊരു ആരും കുറ്റം പറയില്ല. എന്നാൽ ഉള്ളിൽ, അതുകൊണ്ടാണ് അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വരുന്നത്. കാരണം യേശുവിനെ പരീശന്മാർ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് വിഷയം തുടങ്ങണമല്ലോ, അതുകൊണ്ട് അവൻ പറയുകയാണ്, നീ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അല്ല എങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. യേശു അതിന് കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ്. യേശു കൊടുത്ത മറുപടി, അവൻ്റെ ഹൃദയത്തിൽ എന്താണ് അവൻ പ്രതീക്ഷിച്ചിരുന്നത് അതാണ് മറുപടിയായി പറഞ്ഞത്. നിക്കോദിമോസ് പറഞ്ഞത് യേശു മൈൻഡ് ചെയ്തേ ഇല്ല. ഓ താങ്ക് യു, ഇല്ലില്ല.
കാരണം യേശുവിനറിയാം അവൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്താണെന്ന്. 2-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമില്ലായിരുന്നു. നിക്കോദിമോസിൻ്റെ ഈ ബോഡി ലാംഗ്വേജ് കൊണ്ട് തന്നെ, നിക്കോദിമോസിൻ്റെ വരവ് കൊണ്ട് തന്നെ യേശുവിന് മനസ്സിലായി അവൻ്റെ ഉള്ളിലുള്ള ആ ശൂന്യതാബോധം. യാഥാർത്ഥ്യത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി അവൻ തേങ്ങുകയാണ്. യേശുവിനറിയാം. അതുകൊണ്ട് യേശു ആ വിഷയം, ഇവൻ പറഞ്ഞ വിഷയം ഗൗനിച്ചേയില്ല, ഗൗരവമാക്കിയില്ല. അവൻ്റെ യഥാർത്ഥ അവസ്ഥ യേശു അറിഞ്ഞു. യേശു അവനോട് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. ഈ ബൈബിളിൽ ആമേൻ ആമേൻ എന്ന് ഉപയോഗിച്ചിട്ടുള്ളിടത്തൊക്കെ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു പുതിയ കാര്യം നിന്നോട് പറയുവാൻ പോകുകയാണ്. അതാണ് അവിടുത്തെ അർത്ഥം. ഞാൻ ഒരു പുതിയ കാര്യം, നീ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയാൻ പോകുകയാണ്. ആമേൻ 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 എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കോണം. ട്രൂലി ട്രൂലി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ ഒരു പുതിയ കാര്യം പറയാൻ പോകുകയാണ്, ഇതുവരെ നീ കേട്ടിട്ടില്ല. അവൻ പറഞ്ഞത് 100% കർത്താവ് ഇഗ്നോർ ചെയ്തു. എന്നിട്ട് പറയുകയാണ്, അവൻ്റെ ആവശ്യം എന്താകുന്നു? പുതിയ കാര്യം ഞാൻ പറയുകയാണ്. ഓർക്കണം, സകല സാഹചര്യങ്ങളും ഉണ്ടായിരുന്ന ഈ സമൂഹത്തിലെ പരിശുദ്ധരെന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിലെ ഉത്കണ്ഠ, അതാണ് ഒന്നാമത്തെ കാര്യം. സകല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നവൻ, പണത്തിന് പണമുണ്ട്, വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസമുണ്ട്, പൊസിഷന് സ്ഥാനത്തിന് സ്ഥാനമുണ്ട്, അവന് ഭക്തിക്ക് ഭക്തിയുണ്ട്. അവനില്ലാത്തതെന്താ? എല്ലാം ഉള്ളവൻ. സാധാരണ ഇതൊക്കെ ഇല്ലെങ്കിൽ, ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ ആ പലരും ഭക്തി അഭിനയിക്കാൻ പോകുന്നത്. പക്ഷെ ഇവനിത് മുഴുവനുമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, അവൻ്റെ ആ ഭക്തി അഭിനയം കൊണ്ടായിരിക്കാം ഇതൊക്കെ ഉണ്ടായതെന്ന്. ശരിയാക്കാം, ഇവനിത് മുഴുവനുമുണ്ട്. എന്നാൽ അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വരും. അവനിലൊരു ഉത്കണ്ഠ, അവനിലൊരു ശൂന്യതാബോധം. സത്യസന്ധമായി തങ്ങളുടേതായ ജീവിതത്തിലേക്ക് നോക്കുന്ന എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു വസ്തുതയാണിത്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ സുവിശേഷങ്ങൾ എഴുതുമ്പോൾ ഓരോ സുവിശേഷകരും, മത്തായി ആണെങ്കിലും മർക്കോസ് ആണെങ്കിലും ലൂക്കോസ് ആണെങ്കിലും യോഹന്നാൻ ആണെങ്കിലും, അവർ എഴുതുമ്പോൾ, യോഹന്നാനാണ് ഏറ്റവും ഒടുവിൽ എഴുതിയത്. യോഹന്നാൻ എഴുതിയത് ഏതാണ്ട് AD 90കളിലാണ് യോഹന്നാൻ എഴുതുന്നത്. അപ്പം യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ടു മുമ്പിലത്തെ പുസ്തകം എഴുതിയിട്ട് ഏതാണ്ട് 30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് യോഹന്നാൻ എഴുതുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയാണ് യോഹന്നാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ സുവിശേഷങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തോണം, ഈ സുവിശേഷങ്ങളിലൊക്കെ അവർ ആരോട് സംസാരിപ്പാൻ അല്ലെങ്കിൽ ആർക്ക് വേണ്ടി എഴുതിയോ അവരുടെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അവർക്ക് ചേരുന്ന സംഭവങ്ങളും അവർക്ക് ചേരുന്ന അത്ഭുതങ്ങളും അവർക്ക് ചേരുന്ന പഠിപ്പീരുകളും മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് 4 സുവിശേഷങ്ങളിൽ 4 വിധത്തിൽ പല കാര്യങ്ങളും നമ്മൾ കാണുന്നത്. തെറ്റായതുകൊണ്ടല്ല, അവർ എഴുതിയത് അങ്ങനെയാണ്. ഇപ്പോൾ യോഹന്നാൻ തന്നെ എഴുതുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കുവാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുക. അതിന് ചേരുന്നത് മാത്രം അവൻ എഴുതിയിരിക്കുന്നത്, അതിന് ചേരുന്ന സംഭവങ്ങൾ മാത്രമേ അവൻ എടുത്തിട്ടുള്ളൂ. അല്ലാതെ യേശു, ചില ആളുകൾ പറയാറുണ്ട് യേശു ചെയ്ത ഇത്ര അത്ഭുതം, യേശു പറഞ്ഞ ഇത്ര ഉപമ, അങ്ങനെ ഒരു കാര്യമല്ല. യേശു ചെയ്ത അത്ഭുതം, യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, അവൻ ചെയ്ത അത്ഭുതങ്ങളെല്ലാം കൂടി എഴുതാൻ പോയി കഴിഞ്ഞാൽ ആ പുസ്തകങ്ങൾ ഭൂമിയിൽ പോലും കൊള്ളത്തില്ലെന്ന്. യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് 20:31. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിന് 31-ാം വാക്യം എന്ന് പറഞ്ഞാൽ അത്രയധികം അത്ഭുതങ്ങൾ അവൻ ചെയ്തു. പക്ഷേ സുവിശേഷകർക്ക് ചേരുന്നത് മാത്രമേ അവരെടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവരെടുത്തിട്ടുള്ളൂ. എല്ലാം എഴുതാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ യോഹന്നാൻ ഈ സംഭവം എഴുതുമ്പോൾ ഓർത്തോണം, യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത്
നിക്കോദിമോസിനെ പോലെ ഒരുപാട് ആൾ യേശുവിൻ്റെ അടുത്ത് വന്ന് കാണും. നിക്കോദിമോസ് ഒരാളൊന്നുമല്ല വന്നത്, ഒരുപക്ഷെ എല്ലാ ദിവസവും ആളുകൾ വന്ന് കാണും. പക്ഷേ യോഹന്നാൻ ഒരു കാര്യം ചെയ്തു, നിക്കോദിമോസിനെ എടുത്തു. എന്തിനാണെന്നറിയാമോ? ഒരു മനുഷ്യനിൽ കാണാവുന്ന, മാനുഷികമായി കാണാവുന്ന സകല യോഗ്യതകളും തികഞ്ഞവൻ ആയിരുന്നു നിക്കോദിമോസ്. മതത്തിന് മതമുണ്ട്, ഭക്തിക്ക് ഭക്തിയുണ്ട്, പൈസയ്ക്ക് പൈസയുണ്ട്, സമ്പത്തിന് സമ്പത്തുണ്ട്, പഠിത്തത്തിന് പഠിത്തമുണ്ട്, പൊസിഷനുണ്ട്, എല്ലാമുള്ളവൻ. ഉള്ളിൽ ശൂന്യതാബോധം. എപ്പോഴും ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നത്. ലോകത്തിൽ മനുഷ്യൻ എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നു എന്ന് പഠിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകത്തിലേക്കും നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ എടുത്തു, ഇയ്യോബ്. ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തി ഇയ്യോബിനെ പോലെ നിഷ്കളങ്കനായി, നേരുള്ളവനായി, ദോഷം വിട്ടകലുന്നവനായി വേറൊരുത്തനില്ലെന്ന്. അപ്പം മനുഷ്യനെ, അവന് കഷ്ടം വന്നു. അപ്പം മനുഷ്യൻ എന്തുകൊണ്ട് കഷ്ടം വരുന്നു എന്ന് പഠിപ്പിക്കുവാൻ ലോകത്തിലേക്കും നിഷ്കളങ്കനായ, നേരുള്ളവനായ, ദോഷം ദൈവം സാക്ഷ്യപ്പെടുത്തിയതിനപ്പുറത്ത് നമുക്കൊന്നും പറയാനൊക്കത്തില്ലല്ലോ. എന്നിട്ട് ആ പാഠം നമ്മെ പഠിപ്പിച്ചു ഇയ്യോബിൻ്റെ പുസ്തകത്തിലൂടെ. മനുഷ്യൻ്റെ ഭോഷത്വം കാണിക്കുവാൻ ദൈവം ലോകത്തിലേക്ക് ജ്ഞാനിയായ ഒരു മനുഷ്യനെ എടുത്തു. ആരാണെന്നറിയോ? ശലോമോൻ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എന്നാണ് ശലോമോനെ കുറിച്ച് പറയുന്നത്. പക്ഷേ സഭാപ്രസംഗി വായിക്കുമ്പോൾ ശലോമോൻ തന്നെ പറയുന്നുണ്ട്, എന്നെപ്പോലെ മണ്ടൻ, വിഡ്ഢി, മരമണ്ടൻ വേറെ ആരുമില്ല. ഞാൻ ഈ ചെയ്തതൊക്കെ വെറും മണ്ടത്തരമായി പോയി. ദൈവത്തെ ഓർത്ത് നിങ്ങളാരും ഇനി അതിലേക്ക് ചാടരുതേ. നോക്കണേ, ലോകത്തിലേക്ക് ജ്ഞാനിയായ മനുഷ്യനെ ദൈവം എടുത്തിട്ട് അവനെ കൊണ്ട് പറയിപ്പിച്ചു, ദൈവത്തെ കൂടാതെയുള്ള തത്വജ്ഞാനമൊക്കെ ഈ മണ്ടത്തരത്തിലെ അവസാനിക്കൂ എന്ന്. നോക്കണേ, ദൈവം പ്രവർത്തിക്കുന്ന ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശിംശോൻ്റെ കാര്യം പഠിക്കാൻ നമുക്ക് സാധിക്കും, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ലോകത്തിലേക്കും എല്ലാവരും മാതൃകയായി നോക്കുന്ന ഈ മനുഷ്യനെ, നിക്കോദിമസിനെ എടുത്തിട്ട് പറയുകയാണ്, നിനക്കാവശ്യം, നിനക്ക് സ്വർഗരാജ്യത്തിൽ പോകണോ, നിനക്ക് ദൈവരാജ്യത്തിൽ പോകണോ? ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നീ വീണ്ടും ജനിക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. പുതുതായി ജനിക്കണം, വീണ്ടും ജനിക്കണം. വിചിത്രമായ കാര്യം, അതിന് നിങ്ങൾക്കും എനിക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ജനനമാണ്. നമ്മുടെ സ്വന്തം ജനനത്തിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതുപോലെ നമ്മുടെ ആത്മീയ ജനനത്തിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഭാഗമായിട്ടുള്ളൂ. ഇവൻ്റെ ഈ ശൂന്യതാബോധം, നിക്കോദിമോസിൻ്റെ ഈ ശൂന്യതാബോധം, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തതുപോലുള്ള ചിന്താഭാവം, അതാണ് ഒന്നാമത്തേത്. ഒരു പാപിയിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠ. പലരും പരിശുദ്ധരാകുന്നു എന്ന് ചിന്തിക്കുന്നതിൻ്റെ കാരണം അവർക്ക് അവരെ തന്നെ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. സ്വാഭാവികമായി സ്വതവേ നമ്മളൊക്കെ പാപികളാണ്. ആ വിഷയത്തിലേക്ക് വരാം. അപ്പം യേശു ഇത് പറഞ്ഞു, അവനോട് പറഞ്ഞു, നീ എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് വന്നുകൊണ്ടൊന്നും ആയില്ല, നിൻ്റെ ഉള്ളിൽ നീ ശൂന്യത അനുഭവിക്കുന്നു. ഒരുപാട് ആത്മീയരെന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ശൂന്യതാബോധമുണ്ട്. പക്ഷേ ആ ശൂന്യതാബോധത്തെ മറികടക്കാൻ അവർ പലത് ചെയ്യുന്നുണ്ട്. ഞാൻ 40-45 വർഷമായി സുവിശേഷ വേലയിലാണ്. ഒരുപാട് സ്നേഹിതരുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് പലരും വീണ്ടും ജനന അനുഭവത്തിലേക്ക് വന്നത്. അങ്ങനെ വന്നിട്ടുള്ള ആളുകളുണ്ട്, ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ സത്യസന്ധമായി ഹൃദയത്തിൽ ആ ചിന്ത ഉള്ള ആളുകൾക്ക് മാത്രമേ ദൈവം തുറന്നു കൊടുക്കത്തുള്ളൂ. ഒന്ന്, ഈ പാപിയിൽ ഉണ്ടാകുന്ന ഉത്കണ്ഠ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഏതോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട്, ഏതോ ഒന്ന് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു. ആ ഭാഗം നിറയ്ക്കാനായിട്ടാണ് നമ്മുടെ ഭക്തിയും, നമ്മുടെ പള്ളിയിലെ ആക്ടിവിറ്റിയും, നമ്മുടെ കൺവെൻഷനിലെ ആക്ടിവിറ്റിയും, നമ്മുടെ മതത്തിൻ്റേതായിട്ടുള്ള ആക്ടിവിറ്റി എല്ലാം നമ്മൾ കൂട്ടുന്നത് ആ ശൂന്യതാബോധം നിറയ്ക്കാനായിട്ടാണ്. അത് മുഴുവൻ ശ്രമിച്ചതിന് ശേഷം വന്നിരിക്കുകയാണ് ഒരു മനുഷ്യൻ കൈയും മലർത്തി, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല.
രണ്ടാമതായി, അങ്ങനെ വരുന്ന ഒരു വ്യക്തിയോട് രക്ഷകൻ്റെ വചനം യേശു പറയുകയാണ്, പുതുതായി ജനിക്കുക, ഒരു പുതുജനനം, പ്രകൃതം മൊത്തത്തിലൊരു മാറ്റമാണ്, ഒരു പുതിയ ജീവിതം, പുതു സൃഷ്ടി, നീ ജനിക്കണം. ഈ പദം ബൈബിളിൽ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പുനർജനന സ്നാനം കൊണ്ട്. ആത്മരക്ഷ അല്ലെങ്കിൽ വീണ്ടും ജനനം എന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനമാകും. അതിനുവേണ്ടി നമുക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100% അംഗീകരിക്കുന്ന സ്ഥാനത്ത് മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു അവനോട് പറയുകയാണ്, 4-ാം വാക്യം, നിക്കോദിമോസ് യേശു അവനോട് പറഞ്ഞു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ലെന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നിക്കോദിമോസ് മറുപടിയായിട്ട് പറയുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. ഈ നിക്കോദിമോസ് ചോദിക്കുക, നീ പറയാ പുതുതായി ജനിക്കണമെന്ന്, അതെങ്ങനെ സാധിക്കുന്നത്? വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുക. എന്താണ് നിക്കോദിമോസ് ഇവിടെ പറയുന്നത്? ചില ആളുകൾ പറയാറുണ്ട്, നിക്കോദിമോസിന് കാര്യം മനസ്സിലായില്ല. അവന് കാര്യം മനസ്സിലായി. നിക്കോദിമോസ് യേശുവിനെ പരിഹസിക്കുകയാണ്. അല്ല, നിക്കോദിമോസ് യേശുവിനെ പരിഹസിക്കുകയല്ല. അവൻ എന്താണ് ചോദിക്കുന്നത് അറിയാം? അവൻ്റെ പ്രതികരണം, ഗുരു, മനുഷ്യരാൽ അസാധ്യമായത് എന്തോ ചെയ്യുവാനാണ് നീ ആവശ്യപ്പെടുന്നത്. ഗുരു, നീ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു മനുഷ്യനാലും ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ്. പ്രായപൂർത്തിയായ ഒരു വ്യക്തി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പോയി ജനിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനാലും ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് നിക്കോദിമോസ് മനസ്സിലാകാത്തതിനാൽ അങ്ങനെ പ്രതികരിച്ചതല്ല. പിന്നെയോ നിക്കോദിമോസ് പറയുന്നത്, ഞാൻ ഇത്രയും നാളും ചെയ്തു കൂട്ടിയതെല്ലാം അത് ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാണ് ഞാൻ ചെയ്തു കൂട്ടിയത്. എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അത്ര മാത്രമാണ്. ചെയ്യാൻ സാധിക്കുന്നത് മുഴുവൻ ഞാൻ ചെയ്തു. നീ ഇപ്പോൾ പറയുന്നത് ആ ചെയ്തത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന്. നിയമാധിഷ്ഠിത ഭക്തിമാർഗം എന്ന് പറഞ്ഞൊരു ഭക്തിമാർഗമുണ്ട്. നിയമാധിഷ്ഠിത ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ ഏതോ കുറേ കൽപ്പനകളും ആചരണങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുന്നതിനാൽ ദൈവമക്കളായി തീരാമെന്ന് ചിന്തിക്കുന്നതിനെയാണ് നിയമാധിഷ്ഠിതം എന്ന് ഞാൻ പറഞ്ഞത്. നിയമാധിഷ്ഠിതം, ഇംഗ്ലീഷിൽ എന്തിന് ലീഗലിസം എന്ന് പറയും. ലീഗലിസം ഞാൻ പറയട്ടെ, നല്ല പങ്കാളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് അവരുടെ ഏതോ പ്രവർത്തനം കൊണ്ടാണ് ദൈവം അവരെ അംഗീകരിക്കുന്നതെന്നാണ്. ഔട്ട്. നോക്കണം, എന്ന് പറഞ്ഞാൽ ലീഗലിസം പറയുന്നത്, ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകും. ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചിട്ട് ഞാൻ പള്ളിയിൽ എന്നെ സ്നാനപ്പെടുത്തി ജ്ഞാനസ്നാനം തന്നു, അതുകൊണ്ട് സ്വർഗത്തിൽ പോകും. അല്ലെങ്കിൽ ഞാൻ സൺഡേ സ്കൂളിൽ പോയി, അതുകൊണ്ട് സ്വർഗത്തിൽ പോകും. യൂത്തിൻ്റെ എല്ലാത്തിനും ഞാൻ മുൻപന്തിലുണ്ടായിരുന്നു, അതുകൊണ്ട് സ്വർഗത്തിൽ പോകും. ഞാൻ ഈ അരുതാത്ത കാര്യങ്ങളൊന്നും അതിലൊന്നും കാര്യമായി ഇടപെട്ടില്ല, അതുകൊണ്ട് സ്വർഗത്തിൽ പോകും. അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് എനിക്ക് ദൈവരാജ്യം ലഭിക്കും. നമ്മുടെ ഇതുപോലുള്ള ഒരുപാട് കണക്ക് കൂട്ടലുകളുണ്ട്. ഏതൊരു വ്യക്തിയുടെയും പ്രതികരണം എന്ന് പറഞ്ഞാൽ നിയമാധിഷ്ഠിത ഭക്തിമാർഗത്തിൽ ഏതൊരു വ്യക്തിയും പ്രതികരിക്കുന്നത് അങ്ങനെ. ഞാൻ ബൈബിൾ വായിക്കുന്നത് കൊണ്ട്, പിന്നെ ഞാൻ
ഈ സഭ മാറി മാറി പോകുന്ന ചില ആളുകളുണ്ടല്ലോ. ഇന്നലെ വൈകിട്ട് അധ്യക്ഷൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മനസ്സിലായി. അവർ ചിന്തിക്കുന്ന ഈ സഭ മാറുന്നത് കൊണ്ട് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കാമെന്നാണ്. ആ സഭയിലെ ഓരോ സഭയിലെ ആചാരങ്ങളിലൂടെ പോയാൽ ദൈവത്തോട് അടുക്കാമെന്നാണ്, അല്ലെങ്കിൽ ദൈവം അംഗീകരിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. നിക്കോദെമോസ് പറയുകയാണ്, ഗുരു, എനിക്ക് ഓർമ്മയായ കാലം മുതൽ ഞാൻ ചെയ്യുന്നതെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കാനാണ്. എനിക്ക് ഓർമ്മയായ കാലം മുതൽ ഞാൻ ചെയ്യുന്നതെല്ലാം സ്വർഗത്തിൽ പോകാനാണ്. എന്നാൽ നീ ഇപ്പോൾ പറയുന്നു ഞാൻ ചെയ്തതൊക്കെ വെറും വട്ടപൂജ്യമാകുന്നു എന്ന്. എന്നെക്കൊണ്ട് നീ ഇപ്പോൾ പറയുന്നു ഞാൻ ചെയ്തതല്ല, എന്നെക്കൊണ്ട് കഴിയാത്ത എന്തിലോ ആകുന്നു രക്ഷ. അതിനെയാണ് കൃപ ഗ്രേസ് എന്ന് പറയുന്നത്. എന്നെക്കൊണ്ട് കഴിയാത്ത ഏതിലോ ആകുന്നു രക്ഷ. ഇതുവരെ രക്ഷ സമ്പാദിക്കുക, പലരും ചിന്തിക്കുന്ന രക്ഷ സമ്പാദിക്കുക, ഭക്തിയാൽ നേടുക, അനുഷ്ഠാനങ്ങളിലൂടെ നേടുക, ആചാരങ്ങളിലൂടെ നേടുക, ധാർമ്മികതയിലൂടെ നേടുക എന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. യേശു പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ രക്ഷ നിന്റെ പരിശ്രമത്താൽ നേടാം എന്നുള്ള സാത്താൻ്റെ നിന്ദ്യമായ വഞ്ചന, കള്ളത്താൽ നീ വഞ്ചിക്കപ്പെട്ട് കിടക്കുകയാണ് നിക്കോദീമോസേ. നിന്റെ രക്ഷ നിന്റെ പരിശ്രമത്താൽ നേടാം എന്നുള്ള സാത്താൻ്റെ നിന്ദ്യമായ കള്ളത്താൽ നീ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. പരീശന്മാർ അങ്ങനെ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഴ്ചയിൽ ഇത്ര പ്രാവശ്യം ഉപവസിക്കുക, എല്ലാത്തിനും പതാരം കൊടുക്കുക, ദിവസം 5 പ്രാവശ്യം പ്രാർത്ഥിക്കുക, യാതൊന്നിനും ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. യേശു അതിൻ്റെ മുഖ്യനായിട്ടുള്ള വ്യക്തിയെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, നീ സ്വർഗരാജ്യം കാണാൻ പോകുന്നില്ല. യേശു പറയാണ്, ദൈവം നിന്റെ ആത്മാവിൽ ഒരു സൃഷ്ടിപ്പിൻ്റെ പ്രവർത്തനം, അതും ഉയരത്തിൽ നിന്നുള്ള, അതും നിനക്ക് യാതൊരു പങ്കുമില്ലാത്ത ഒരു പ്രവർത്തനം ചെയ്യണം. അപ്പോൾ മാത്രമേ നീ സ്വർഗരാജ്യത്തിന് അവകാശിയാകൂ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കൂ. എന്നിട്ട് യേശു പറയുകയാണ് 10-ാം വാക്യത്തിൽ, ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്യം 10-ാം വാക്യം. യേശു പറയാണ്, യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിരുന്നിട്ട് നിനക്കിത് അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു. യേശു പറയാണ്, യഹൂദന്മാരുടെ ഉപദേഷ്ടാവാണ് നീ, ടീച്ചറാണ് നീ, അവരെ പഠിപ്പിക്കുന്നവനാണ് നീ, എന്നിട്ടും നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. 2 സൂചനകൾ യേശു കൊടുക്കുന്നുണ്ട്. ഒന്ന്, 5-ാം വാക്യം, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഒന്നാമത്തെ സൂചന അതാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. എന്താണ് വെള്ളം? സ്നാനത്താൽ രക്ഷയുണ്ട്, അല്ലെങ്കിൽ ജലസ്നാനത്താൽ രക്ഷയുണ്ടെന്ന് പ്രസംഗിച്ച് ജലസ്നാനത്താൽ ആത്മരക്ഷയുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ജലസ്നാനത്താൽ ആത്മരക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് ദുരുപദേശമാണ്. ഓക്കെ, ജലസ്നാനത്തിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അതല്ല. അപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജലസ്നാനമല്ല, ഇവിടുത്തെ അത് പറയുന്ന വേറെ ഭാഗങ്ങളുണ്ട്, അതല്ല. കാരണം ഈ ജലസ്നാനം എന്ന് പറയുന്ന വിഷയം, അല്ലെങ്കിൽ ക്രിസ്തീയ സ്നാനമെന്ന് പറയുന്നത് ആരംഭിച്ചത് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം മുതലാണ്. അതിന് മുൻപുണ്ടായിരുന്ന യോഹന്നാൻ്റെ സ്നാനമായിരുന്നു. ഇത് രണ്ടും 2 സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ജലസ്നാനമല്ല. ഒന്ന്, ആത്മാവെന്ന് പറയുന്നതും വ്യത്യാസമാണ്. പിന്നെന്താണ്? യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഞാൻ ആ ഭാഗങ്ങളെല്ലാം വായിക്കുന്നില്ല, ഒരു പുതിയ ഉടമ്പടി ഇസ്രായേലുമായി ദൈവം ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വെള്ളത്താലും ആത്മാവിനാലും ശുദ്ധീകരിക്കും. അപ്പം വെള്ളവും ഈ ആത്മാവും എന്ന് പറയുന്നത് ജനനത്തിൻ്റെ, അല്ലെങ്കിൽ ഞാൻ പുതിയൊരു ജനതയെ സൃഷ്ടിക്കുന്ന, വെള്ളവും ആത്മാവും സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നതാണ്. സൃഷ്ടിപ്പിനെക്കുറിച്ച്, നീ പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറയുന്നതാണ് ഈ വെള്ളവും ആത്മാവും എന്ന് പറയുന്നത്. അല്ലാതെ അതിനപ്പുറത്തോട്ട് നമ്മൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം പറയാണ്, ഞാനൊരു പുതിയ ജനതയെ സൃഷ്ടിക്കും, ഒരു പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും,
ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, ഞാൻ നിങ്ങളെ കഴുകും, വെടിപ്പാക്കും. ഈ ചിന്താഗതിയാണ് ദാവീദ് 51-ാം സങ്കീർത്തനം പാടിയപ്പോൾ കൊണ്ടുവരുന്നത്. നിങ്ങൾക്കറിയാം, 51-ാം സങ്കീർത്തനം ദാവീദിൻ്റെ അവൻ ഏറ്റുപറച്ചലിൻ്റെ സങ്കീർത്തനമാണ്. പാപക്ഷമയ്ക്കായുള്ള കരച്ചിലാണ് അതിൽ കാണുന്നത്. അതിനകത്ത് അവൻ ഉപയോഗിക്കുകയാണ്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു. ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഒരു പാപിയായിട്ടാണ് ഈ ഭൂമിയിൽ പിറന്നത്. അത് മുഴുവൻ അതാ പറയുന്നത്. എന്നിട്ടവൻ പറയുകയാണ്, എന്നെ നീ കൈവിടരുതേ, നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, എനിക്ക് സ്ഥിരമായ ഒരു ആത്മാവിനെ തരണമേ, ഞാൻ വീണ്ടും വീണു പോകാതിരിക്കാൻ നീ എന്നെ സഹായിക്കണമേ. അതുകൊണ്ട് ഒന്നാമത് പറയുന്നത് വെള്ളത്താലും ആത്മാവിനാലും. ഇത് മാത്രമല്ല, 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് യോഹന്നാൻ 3:6, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് പറഞ്ഞാൽ, ജഡത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ജഡം മാത്രമാണ്. അത് ചീഞ്ഞ അവസ്ഥയാണ്. ഞാനിവിടെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ജഡത്തിൽ കൂടി അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാതെ എൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും എൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയും എനിക്കിവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോകാം. എന്നോ ഞാൻ ഒരു പ്രസംഗകനാണെന്ന് കാണിക്കാൻ, 4 സ്റ്റേജ് കിട്ടാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭമുണ്ടാക്കാൻ എനിക്ക് വന്ന് പറഞ്ഞിട്ട് പോകാം. അത് ജഡത്തിൻ്റെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ചീഞ്ഞതാണ്. ജഡം കൊണ്ടുണ്ടാകുന്നത് ജഡം മാത്രമാണ്. അനേകരുടെയും ശുശ്രൂഷകൾ ഒരു പ്രയോജനവുമില്ലാതെ പോകുന്നതിൻ്റെ കാരണം ജഡം കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നതാണ്. ഓർക്കണം, കൊരിന്ത്യർക്ക് ലേഖനം പൗലോസ് എഴുതുമ്പോൾ പൗലോസ് അവരോട് പറയുകയാണ്, കൊരിന്ത്യർക്ക് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് സകല ആത്മവരങ്ങളുമുണ്ട്. സകല ആത്മവരങ്ങളും അവർക്കുണ്ടായിരുന്നു, പരിശുദ്ധാത്മവരങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ 3-ാം അധ്യായത്തിൽ അവൻ പറയുകയാണ്, നിങ്ങളെ എനിക്ക് ആത്മീയരെന്ന് വിളിക്കാൻ സാധിക്കത്തില്ല, നിങ്ങളിപ്പോഴും ജഡീകരാണ്, കാർണലാണ്. ജഡത്തിന് ചെയ്യാൻ സാധിക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ. കാരണം ജന്മനാ നാം എല്ലാം ടോട്ടലി ഡിപ്രൈവ്ഡ് ആണ്, ചീഞ്ഞ അവസ്ഥയാണ്. നിക്കോദിമോസ് ഓർക്കണമായിരുന്നു, അവനറിയാം അത് സംഭവിച്ചത് എവിടെ തുടങ്ങിയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവം മനുഷ്യനെ നോക്കിയിട്ട് പറയുകയാണ്, ഇവനിൽ യാതൊരു ഗുണവുമില്ല, ഇവൻ വഷളായി പോകുന്നു. നിക്കോദിമോസ് ഓർക്കണമായിരുന്നു. യെശയ്യാ പ്രവാചകൻ 64-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളുടെ നീതിപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാപമല്ല, നിങ്ങളുടെ നീതിപ്രവർത്തികൾ കറപുരണ്ട തുണി പോലെയാകുന്നു. ജഡത്താൽ ജഡം മാത്രമേ ഉണ്ടാകൂ. ആത്മീയ ശുശ്രൂഷ ജഡത്താൽ ചെയ്താൽ അത് ചീഞ്ഞതാണ്. അതിപ്പം എന്തുമായിക്കൊള്ളട്ടെ, അത് പള്ളിയിലെ കാര്യമായിക്കൊള്ളട്ടെ, കൺവെൻഷനിലെ കാര്യമായിക്കൊള്ളട്ടെ, ജഡം കൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ അതൊരിക്കലും നിങ്ങൾക്കും പ്രയോജനമുണ്ടാകില്ല, അത് ചെയ്യുന്നവർക്കും പ്രയോജനം ഉണ്ടാകില്ല, ദൈവം മഹത്വപ്പെടുകയുമില്ല. അങ്ങനെ കുറേ ആളുകളുണ്ട്, സൂക്ഷിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങളിൽ യേശുവിൻ്റെ അടുത്ത് യേശു പറയുകയാണ്, അന്നാളിൽ അനേകരെൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തു. യേശു അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളെ ഞാൻ അറിയുന്നില്ല, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടുപോകുവിൻ. അപ്പോൾ പിന്നെ യേശുവിൻ്റെ നാമത്തിലല്ലേ ഇവരെ ചെയ്തത്? ആയിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ വക കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അത് ജഡത്തിൽ ചെയ്യുമ്പോൾ ദൈവത്തിന് അംഗീകാരമല്ലത്. സ്വന്തം താല്പര്യങ്ങൾക്കും സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കും സ്വന്തം ലാഭങ്ങൾക്കും ചെയ്യുന്ന ഒരു സുവിശേഷ വേലയും ദൈവം അനുഗ്രഹിക്കില്ല. സ്വന്തം അല്പം ഇരുന്നോട്ടെ, അതിൻ്റെ കൂടെ പിന്നെ ദൈവത്തിനും കൂടെ ഇരുന്നോട്ടെ, അങ്ങനെ ഒരു പരിപാടിയില്ല. ദൈവത്തിന് ഒറ്റ പരിപാടിയേ ഉള്ളൂ. 100% ദൈവനാമ മഹത്വത്തിനെന്നുള്ള ലക്ഷ്യം മാത്രം വെച്ച് ചെയ്യുന്നതിനെ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. അല്ലാത്തതൊക്കെ ജഡത്തിൽ നിന്ന്, നാം വായിച്ചത്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഹൃദയം
എല്ലാറ്റിനേക്കാളും വഷളാണ്, കപടമുള്ളതാണ്, വിഷമമുള്ളതാണ്. സൂക്ഷിക്കണം, ഇത് തിരിച്ചറിയണം. അപ്പം ഒന്ന്, നിക്കോദിമോസ് എല്ലാം തികഞ്ഞവനായിരുന്നു, പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം, ഭയങ്കര ശൂന്യതാബോധമാണ്. ആത്മീയ കാര്യങ്ങളൊക്കെ മുൻപിലുണ്ട്, പക്ഷെ അതൊന്നും ഒരു വിധത്തിലും തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ തനിക്ക് മനസ്സിലാകുന്നുണ്ട് അതൊക്കെ അഭിനയമാകുന്നു എന്ന്. യഥാർത്ഥത്തിൽ വെളിയിൽ വന്നാൽ പിടിക്കപ്പെടുമെന്ന് അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവനൊരു വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. നമുക്കുണ്ടാകേണ്ട ഒന്നാമത്തെ ഉത്കണ്ഠ. രണ്ട്, ആ ഉത്കണ്ഠ കൊണ്ട് തീർന്നില്ല, എന്നെക്കൊണ്ട് അതിനൊന്നും ചെയ്യാൻ ആ ഉത്കണ്ഠ നമ്മളിൽ ഉണ്ടാകുമ്പോൾ, ആ വേദന നമ്മിൽ ഉണ്ടാകുമ്പോൾ അവിടെയാണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. മൂന്നാമത്തേത്, ഒന്ന് ഉത്കണ്ഠ, രണ്ട് രക്ഷകൻ്റെ വചനം. അത് നമ്മൾ കേട്ടു. യേശു പറയുകയാണ്, നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നിക്കോദിമോസേ, എനിക്ക് വിട്ടു തരിക. മൂന്ന്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം 6-ാം വാക്യത്തിൽ നാം വായിച്ചു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. 7-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു പറയാണ്, ആത്മാവിൽ ജനിക്കണം, ആത്മാവിൽ ജനിക്കണം. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. എന്നിൽ സംഭവിക്കുന്ന ഒരൊറ്റ കാര്യമാണ്, എൻ്റെ പാപത്തെക്കുറിച്ചുള്ളൊരു ബോധം എന്നിൽ, എൻ്റെ അഭിനയത്തെക്കുറിച്ചുള്ള, ആത്മികനെന്ന് കാണിക്കുവാൻ, ആത്മികത എന്നിലുണ്ട് എന്ന് ഞാൻ കാണിക്കുവാനുള്ള തത്രപ്പാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ വേദനയുണ്ടല്ലോ, അതെന്നിലുണ്ടാകുമ്പോൾ ദൈവം പ്രവർത്തിക്കുകയാണ്. അതെങ്ങനെ പ്രവർത്തിക്കുക? ആത്മാവിനാൽ ജനിക്കുക. ഇവിടെ പറയുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു. ആത്മീയ ജനനവും അതുപോലെയാണ്. കാറ്റ് ഒരു മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല. കാറ്റ് നമുക്ക് കാണുവാനോ, കാറ്റ് അടിക്കുന്നത് കാണാം മരത്തിലൊക്കെ, അല്ല കാറ്റ് കാണാൻ സാധിക്കത്തില്ല. കാറ്റ് നമുക്ക് കാണുവാനോ കാറ്റിനെ നമുക്ക് നിയന്ത്രിക്കുവാനോ, നമുക്കറിയാമല്ലോ, കാറ്റ് വന്നു കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇതുണ്ടാകുന്നു, ന്യൂനമർദ്ദം ഉണ്ടാകുന്നു, അത് 50 കിലോമീറ്റർ സ്പീഡിൽ, 100 കിലോമീറ്റർ സ്പീഡിൽ, 200 കിലോമീറ്റർ സ്പീഡിൽ വരുന്നു. അതിനെ നിയന്ത്രിച്ച് അവിടെ നിർത്താമായിരുന്നെങ്കിൽ ഈ കരയിലെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല, ഒതുക്കി വെക്കാൻ സാധിക്കത്തില്ല, തടയുവാൻ സാധിക്കത്തില്ല, മുൻകൂട്ടി പറയാൻ സാധിക്കത്തില്ല. അതുപോലെയാണ് ആത്മാവിൻ്റെ പ്രവർത്തനം, ആത്മീയ ജനനം. നമുക്ക് ഒരു നിയന്ത്രണവുമില്ല, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മാത്രമാണ്. നിക്കോദിമോസിനോട് പറയാണ്, നിനക്ക് യാതൊരു പങ്കും ഇതിനകത്തില്ല നിക്കോദിമോസേ. നീ കിടന്ന് കഷ്ടപ്പെട്ട് ഭക്തനെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് വെറുതെ പാഴ്വേലയാണ്. സ്വർഗത്തിൽ പോകുമെന്ന് ചിന്തിച്ച് നീ ചെയ്തു കൂട്ടുന്നതൊക്കെ നിന്നെ എങ്ങും കൊണ്ടെത്തിക്കില്ല. ഞാൻ 2-3 വർഷമായുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട്. ആരെങ്കിലും നാട്ടുകാർ ഇനിയും കേട്ട് കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ യൂട്യൂബിലൊക്കെ ഇത് വരുമല്ലോ. ഞാൻ ഇന്നലെ രാത്രി നോക്കി, ഇന്നലത്തെ ഇല്ലായിരുന്നു ഏതായാലും. അപ്പം അവർ തെറ്റിദ്ധരിക്കാതിരുന്നാൽ കൊള്ളാമോ. ഇന്നെനിവേ, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പണിയുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ അടക്കമായിരുന്നു. ഇപ്പോൾ 24 ദിവസം കഴിഞ്ഞാലും അടക്കത്തില്ല. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വെച്ചിരുന്നിട്ടൊക്കെ അടക്കം നടക്കണം. അതുകൊണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വരണം, ആരെയും കുറ്റം പറയുന്നില്ല. അവരുടെ പ്രിയപ്പെട്ടവർ മരിച്ച് അവരുടെ സങ്കടം അവർക്കറിയാം. പക്ഷേ വലിയ സങ്കടമൊന്നും കാണാറില്ല. ഏതായാലും ഇത് ആഘോഷമായി അടക്കുക. ഓക്കെ. അപ്പോൾ അഥവാ എങ്ങാണ് ഞാൻ എവിടെയെങ്കിലും ചെന്നാൽ, ഞാൻ ഇതുപോലെ സുവിശേഷ പ്രസംഗനാണെന്നറിയാം, ഉടനെ എന്നോട് പറയും പ്രസംഗിക്കേ, ഉടൻ പറയും പ്രസംഗിക്കാൻ. ഓക്കെ. ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ മിക്കവാറും സ്ഥലങ്ങളിൽ പോകാറില്ല. പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കാറുമില്ല. കാരണം എനിക്ക് ഈ ആൾ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക്
കുറഞ്ഞത് എനിക്കെങ്കിലും ഒരു ബോധമില്ലാതെ ഞാൻ പറഞ്ഞാൽ എന്നെ വിശേഷം? കള്ളമല്ലേ പറയുന്നത്? കുടിച്ചൊരു മനുഷ്യൻ ജീവിതത്തിൽ യാതൊരു നിഷ്ഠയുമില്ലാതെ കുടിച്ചത് കൊണ്ട് തന്നെ കരൾ പോയി മരിച്ചു. ആ അടുത്ത വീട്ടിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓടിപ്പോയി അവിടോട്ട് വീട്ടിലോട്ട് ചെന്നു ഒട്ടും പ്രസംഗിക്കാൻ. ഞാൻ എന്താ പ്രസംഗിക്കണമെന്നറിയാമോ? ഇമ്പങ്ങളുടെ പറുദീസയിൽ ഇപ്പോൾ നമ്മുടെ ഇന്നാരിപ്പുണ്ട്. എങ്ങനെ പ്രസംഗിക്കുന്നത്? കള്ളമാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു വീട്ടിൽ ചെന്നിട്ട് നമ്മൾ മോശം പറയരുതല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കുകയായിരിക്കും നല്ലതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു നിഗമനമല്ല, അതൊരുറപ്പാണ്. അതൊരു ഊഹമല്ല, അതൊരുറപ്പില്ല എങ്കിൽ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ഉറപ്പില്ല എങ്കിൽ ആ ഉറപ്പുണ്ടാകണം. ഉറപ്പില്ലാത്തതിന് കാരണം നിക്കോദീമോസിന്റെ പ്രശ്നം നോക്കിക്കേ. അവനേക്കാൾ കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആ വിധത്തിൽ അവൻ്റെ ഉറപ്പില്ലായ്മ നോക്കിക്കേ. ഉറപ്പില്ല എങ്കിൽ ശ്രദ്ധിക്കണം. ഞാൻ ഈ സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ മരിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോകുന്ന മാത്രമല്ല കേട്ടോ. ഈ സ്വർഗരാജ്യമെന്ന് പറയുന്നത് അതൊരു വേറൊരു പഠനമാണ്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ഇവിടെ അനുഭവിക്കാൻ തുടങ്ങുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഈ അനുഗ്രഹങ്ങൾ ഇവിടെ അനുഭവിക്കാൻ തുടങ്ങുന്നത് മാത്രമേ, അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നിത്യതയെന്ന് പറയുന്നത്. ഇവിടെ സ്വർഗത്തിൻ്റെ അനുഭവം നമുക്കില്ല എങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അനുഭവങ്ങൾ നമുക്കൊരു കൾച്ചറൽ ഷോക്കായിരിക്കും. മനസ്സിലായോ? ഇല്ലല്ലേ? ഇവിടെ സ്വർഗീയ അനുഭവം നാം അനുഭവിക്കാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ, ഉദാഹരണം, വൈകുന്നതിനിപ്പുറം 4 പേരെ ചീത്ത പറയാതെ ഒരാൾക്ക് ഉറക്കം വരില്ലെങ്കിൽ സ്വർഗത്തിൽ ചെന്നിട്ട് ആരാ ചീത്ത പറയുന്നത്? ഒരു കൾച്ചറൽ ഷോക്കായിരിക്കും അവർക്ക്. ഞങ്ങളുടെ നാട്ടിലൊരു അപ്പച്ചൻ, പിള്ളേരെല്ലാം അമേരിക്കയിലായതുകൊണ്ട് അപ്പച്ചനെ കൊണ്ട് അമേരിക്കയിൽ പോയി. അപ്പച്ചൻ നാട്ടുകാരോടൊക്കെ യാത്ര ചോദിച്ച് അങ്ങ് അമേരിക്കയിൽ പോയി. അവിടെ ചെന്ന് വസ്തുവെല്ലാം വിറ്റ്, ഇവിടുത്തെ വസ്തുവെല്ലാം വിറ്റ്, വീടും എല്ലാം വിറ്റ് അപ്പച്ചനങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞേച്ച് അപ്പച്ചൻ എല്ലാവരും കെട്ടിപ്പിടിച്ച് എല്ലാവരും ഇനിയും കാണാനൊക്കത്തില്ല, അങ്ങ് വരുമ്പം കാണാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. 3 മാസം കഴിഞ്ഞില്ല, അപ്പച്ചൻ തിരിച്ചിഞ്ഞു പോന്നു. അപ്പോൾ ആരാണ്ട് ചോദിച്ചു, എന്നാ അപ്പച്ചൻ ഇഞ്ഞു പോകുന്നത്? അവിടുത്തെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മോനെ, എനിക്കെങ്ങും നിൽക്കാനൊക്കത്തില്ല, ഇവിടെ പട്ടിണിയാണെങ്കിലും ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ. കാരണം അവിടെ സുഖസൗകര്യം കൂടിപ്പോയി. സ്വർഗത്തിൽ ഒത്തിരി സുഖമുണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന മ്ലേച്ഛതയിൽ ജീവിച്ച വ്യക്തികൾ അവിടെ അങ്ങനെ ജീവിക്കും. അപ്പോൾ സ്വർഗമെന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പം മാത്രം അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല, അത് ഇവിടെ അനുഭവിക്കാൻ തുടങ്ങണം. ഇവിടെ അനുഭവിച്ച് ആ അനുഭവം ഇവിടെ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ കണ്ടിന്യൂറ്റി ആണെന്ന് പറയുന്നത് സ്വർഗത്തിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കൾച്ചറൽ ഷോക്ക് ആർക്കും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇവിടെ നിക്കോദീമോസിനോട് പറയുകയാണ്, നിനക്കിതിനകത്ത് ഒരു പങ്കുമില്ല. നിക്കോദീമോസിൻ്റെ മറുപടി 9-ാം വാക്യം. നിക്കോദീമോസ് ചോദിക്കുകയാണ്, നിക്കോദീമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു. ഇത് എങ്ങനെ സംഭവിക്കും? എന്താണ് വാസ്തവത്തിൽ ആ ചോദ്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നറിയാമോ? നിക്കോദീമോസിൻ്റെ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇതാണ്: ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തത് മുഴുവൻ പാഴ്വേലയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആത്മികമെന്നും ദൈവികമെന്നും ഒക്കെ പറഞ്ഞ് ചെയ്തത് മുഴുവൻ ഒരു പ്രയോജനവുമില്ലാതെ നഷ്ടപ്പെട്ടു. ഞാനിനി എന്ത് ചെയ്യും? തകർന്നുപോയി അവൻ. ഒന്ന് ചിന്തിച്ച് നോക്കി, അവനൊരു 50 വയസ്സല്ലേ 60 വയസ്സുണ്ടെന്നിരിക്കട്ടെ, ഇത്രയും വയസ്സുള്ള ഒരുവൻ തൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവൻ, അവൻ്റെ സമ്പാദ്യം മുഴുവൻ ആ വിധത്തിലായിരുന്നിരിക്കട്ടെ. യേശു അവനോട് പറയാണ്, തീർന്നു, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇത് തന്നെയാണ് പൗലോസിന് സംഭവിച്ചത്. പൗലോസിന് സംഭവിച്ചത് പോസിറ്റീവ് സൈഡാണ്. പൗലോസ് പറയുകയാണ്, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണുന്നു. ഒരു സ്ഥലത്താൻ പറയുന്ന അത് വെറും ചവറാണ് എനിക്ക്. അനേകരുടെയും പൗലോസ് ഇതുപോലെ നിക്കോദീമോസിനെ പോലെ ഒരു പരീശനായിരുന്നല്ലോ. അവൻ വളരെ തീവ്രവാദിയായിരുന്നു പരീശന്മാരുടെ കൂട്ടത്തിൽ തന്നെ. ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കുവാൻ അവൻ പരമാവധി പരിശ്രമിച്ചു. അതിലൂടെ അവൻ വലിയ പുണ്യപ്രവൃത്തി ചെയ്യുന്നു അവൻ ചിന്തിച്ചതാണ്.
എന്നിട്ട് അവൻ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ അവൻ പറയുകയാണ്, ഞാൻ എനിക്ക് ലാഭമായി കണ്ടതൊക്കെ വെറും ചപ്പായി ചവറായി എണ്ണുന്നു. ഒരായുസ് മുഴുവൻ നമ്മൾ നേടിയത് ഒടുവിൽ ഒരു വിലയുമില്ല എന്ന് ഇല്ലാതായിപ്പോയി എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ തകർച്ച, അതാണ് നിക്കോദിമോസിന് ഇപ്പോൾ ഉള്ളത്. ജീവിതം മുഴുവൻ ചെയ്തത് പാഴ്വേലയായിപ്പോയി. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു ജീവിതകാലം മുഴുവൻ നാം ചെയ്തത് നമ്മെ ആത്യന്തികമായി സ്വർഗത്തിലെത്തിക്കുന്നില്ലെങ്കിൽ, ആത്യന്തികമായി ദൈവമക്കളാക്കി ദൈവരാജ്യത്തിലെത്തിക്കുന്നില്ല എങ്കിൽ ജീവിതമെന്ന് പറയുന്നത് ഒരു പാഴ്വേലയാണ്, ഒരു നഷ്ടമാണ്. ആരെങ്കിലും മരണസമയത്ത് കുറേ നല്ല വാക്ക് പറഞ്ഞതുകൊണ്ടായില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പുതുതായി ജനിക്കുക, വീണ്ടും ജനിക്കുക. നിക്കോദിമോസ്, ഓർക്കണം, ഇത്ര പ്രഗത്ഭനായ മനുഷ്യൻ, അവൻ തകർന്നുപോയി. അവൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ എന്തായി കേൾക്കുന്നത്, ഇതെങ്ങനെ സംഭവിക്കും? അതിനുശേഷം നിക്കോദിമോസിനെ നമ്മൾ കാണുന്നില്ല. യേശു അവനോട് പറഞ്ഞു, നീ യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിരിക്കെ നീ ഇതറിയണമായിരുന്നു. ഇത് പഠിപ്പിച്ചുകൊണ്ട് നടന്നപ്പം നീ അറിയണമായിരുന്നത്. നീയാണ് അവനിത് മുഴുവൻ പഠിപ്പിക്കുന്നതാ, ന്യായപ്രമാണം മുഴുവനും പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ മുഴുവനും അവൻ കാണാപ്പാടമാണ് ഒരു പരീക്ഷന്, അതും സന്നിധി സംഘത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നവന്. അവനോട് പറയുകയാണ്, നീ ഉപദേഷ്ടാവായിരുന്നു, നീ അറിയേണ്ട കാര്യമായിരുന്നു, എന്നാൽ നീ അറിയാതെ പോയി. അവന് കിട്ടിയ ഏറ്റവും വലിയ ഒരു ദണ്ഡനമായിരുന്നത്, ഒരടിയായിരുന്നത്. നിക്കോദിമോസിന് പിന്നെ എന്ത് സംഭവിച്ചു? അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. നിക്കോദിമോസിന് എന്ത് സംഭവിച്ചു? ബൈബിളിൽ പിന്നെ നിക്കോദിമോസിനെ കുറിച്ച് 2 പ്രാവശ്യം കൂടെ പറയുന്നുണ്ട്. ഒന്ന്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യത്തിൽ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യം എന്ന് പറയുന്നത് ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടാണ്. 3-ാം അധ്യായത്തിൽ നിന്നും 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 വർഷത്തെ കാലയളവ് സംഭവിച്ചു. പിന്നെ 1 വർഷം കൂടെ യേശു ജീവിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ യേശു പരസ്യ ശുശ്രൂഷ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ 2 വർഷം കഴിഞ്ഞ സമയത്ത് അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഈ എല്ലാവരും കൂടെ പറഞ്ഞു, യേശു, കുറേ പേര് പറഞ്ഞു, ഞാൻ ആ ഭാഗം മുഴുവൻ വായിക്കുന്നില്ല, യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം. കുറേ പേര് പറഞ്ഞു അവൻ മശിഹായാണ്, വേറെ കുറേ പേര് പറഞ്ഞു അവൻ പ്രവാചകനാണ്. ഇതെല്ലാം കേട്ടിട്ട് പരീശന്മാർ പറഞ്ഞു, ഇത് അവനെ കൊല്ലണം. കാരണം ജനങ്ങൾ മുഴുവൻ അവനെ ഈ പറഞ്ഞ ഒന്നാക്കി കാണുമ്പം പിന്നെ നമ്മുടെ സ്ഥാനം എന്താ, അതുകൊണ്ട് അവനെ കൊല്ലണം എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിലൊരുവൻ, 50-ാം വാക്യത്തിൽ, അവരുടെ കൂട്ടത്തിലൊരുവനായ നിക്കോദിമോസ് യേശുവിൻ്റെ പക്ഷം പറഞ്ഞു. അപ്പോഴും അവൻ സന്നിധി സംഘത്തിൽ തന്നെയുണ്ട്, അല്ലെങ്കിൽ പരീശൻ തന്നെയാണ്. അവൻ പരീശൻ മാറിയിട്ടില്ല, ഈ പറഞ്ഞ സമയത്ത് മാറിയിട്ടില്ല. അവൻ സന്നിധി സംഘത്തിൽ തന്നെ ഉണ്ട്. അവൻ യേശുവിൻ്റെ പക്ഷം പിടിച്ചു. അപ്പോൾ ഈ മറ്റ് പരീശന്മാരെല്ലാം കൂടെ അവനെ ആക്ഷേപിച്ചുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹേ, നീയും ഗലീലക്കാരനാണോടാ? ഈ ഗലീലക്കാരെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് പ്രവാചകൻ ഗലീലയിൽ നിന്ന് വരികയില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നത്. അതിൻ്റെ കാരണം, ഗലീല എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ അവർ ഏറ്റവും അധികം കണ്ടതായിട്ടുള്ള, ഏറ്റവും അല്ലെങ്കിൽ കുറഞ്ഞവരായി കണ്ടതായിട്ടുള്ളൊരു കൂട്ടമായിരുന്നു ഗലീലക്കാർ. അപ്പം അവരോട് ചോദിക്കുകയാണ്, നിക്കോദിമോസിനോട് ചോദിക്കുകയാണ്, നീയും ഗലീലക്കാരനാണോ? അവർക്കറിയാമല്ല എന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന സ്ഥിതിയിലുള്ളവനാണ്. നീയും ഗലീലക്കാരനാണോ? യേശുവിൻ്റെ പക്ഷം പിടിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിനുശേഷം നാം കാണുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 38-ാം വാക്യത്തിലാണ്. യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അരിമത്യക്കാരനായ യോസഫ് യേശുവിൻ്റെ ശരീരം പീലാത്തോസിനോട് ചോദിച്ചു. ട്രഡീഷൻ പറയുന്നത്, അല്ലെങ്കിൽ പാരമ്പര്യം പറയുന്നത്,
യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് യേശുവിനോട് കൂടെ യേശുവിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചത് നിക്കോദീമോസ് ആണെന്നാണ് പറയുന്നത്. ഏറ്റവും അധികം വാദിച്ചത്. ഏതായാലും അത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 19-ാം അധ്യായത്തിന് 38-ാം വാക്യത്തിൽ പറയുന്നവൻ 100 റാത്തൽ മൂറും അഖിലും കൊണ്ടുള്ളൊരു കൂട്ടുണ്ടാക്കി. എന്ത് 100 റാത്തൽ? 100 റാത്തൽ എന്ന് ഉദ്ദേശിക്കുന്നത് രാജാക്കന്മാർക്ക് അക്കാലത്ത്, മഹാന്മാർക്ക്, സെലിബ്രിറ്റിക്ക് ചെയ്തിരുന്നതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഞാൻ ചിലപ്പോൾ എൻ്റെ ഭാവനയിൽ ചിന്തിക്കാറുണ്ട്, അവൻ ഈ 100 റാത്തൽ സുഗന്ധദ്രവ്യം കൊണ്ടുവന്നു, ഈ കൂട്ട് കൊണ്ടുവന്നു, ആ കരങ്ങളിലേക്ക് യേശുവിനെ എടുത്തിട്ട് അവൻ്റെ ശരീരത്തിൽ മുഴുവൻ അവൻ അത് വെച്ച് പൊതിഞ്ഞു. 100 റാത്തൽ ഈ സുഗന്ധദ്രവ്യം അവൻ പൊതിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിൽ ചേർന്ന ഒരനുഭവമായി മാറി. ഞാൻ പറഞ്ഞല്ലോ, യേശുവിന് വേണ്ടി വാദിച്ച ഒരേ ഒരു വ്യക്തി ആയിരുന്നു നിക്കോദീമോസ്. അവിടെ മുതൽ നിക്കോദീമോസിൽ വലിയ മാറ്റം കണ്ടു. ഇനിയും ഞാൻ പറയുന്നത് ചരിത്രത്തിലില്ല, ബൈബിളിലില്ല, പാരമ്പര്യത്തിൽ പല പുസ്തകങ്ങളിൽ നിന്നുള്ളതാണ്. അങ്ങനെ യേശുവിന് വേണ്ടി നിന്നതുകൊണ്ട് നിക്കോദീമോസിൻ്റെ സ്ഥാനം പോയി, നിക്കോദീമോസിൻ്റെ മൊത്തം സ്വത്ത് പോയി. എന്തിനധികം, അവനെ യെരുശലേമിൽ നിന്ന് അടിച്ചു പുറത്താക്കി. അവൻ്റെ കുടുംബം യെരുശലേമിൽ താമസിക്കാനായിട്ട് അവർ അനുവദിച്ചു എന്നാണ് ഒരു പാരമ്പര്യം പറയുന്നത്. കുടുംബം ദാരിദ്ര്യത്തിൽ ജീവിച്ചു. നിക്കോദീമോസ് വെളിയിലെവിടെയോ ദാരിദ്ര്യത്തിൽ ജീവിച്ചു. ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിക്കോദീമോസിൻ്റെ വീട്ടിലെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റം. ഓർക്കണം, ഒരു സമയത്ത് യെരുശലേമിലെ ഏറ്റവും അധികം സമ്പന്നരിൽ 3 പേരിൽ ഒരാളായിരുന്നു നിക്കോദീമോസ്. അവൻ വഴിയെ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. എല്ലാവരും അവനെ ആശ്രയിച്ചിരുന്ന വ്യക്തി. ഇപ്പോൾ കുടുംബം ദാരിദ്ര്യത്തിൽ കഴിയുകയാണ്. എന്നിട്ട് ചരിത്രം പറയുന്നത്, ഈ ട്രഡീഷൻ പറയുന്നത്, ഒരു പെൺകുട്ടി നിന്ന് ചെളിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന്, ചേറിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഇങ്ങനെ ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്താ നോക്കുന്നത്? അപ്പോൾ പറഞ്ഞു, വിശന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ, ഇതിനകത്ത് കിട്ടുമോ എന്ന് നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആ റാബി ചോദിച്ചു, ഒരു യഹൂദ പെൺകുട്ടി അത് ചെയ്യാൻ പാടില്ല. അദ്ദേഹം ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ നിക്കോദീമോസിൻ്റെ മകളാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പാരമ്പര്യം പറയുന്നത്, ഈ മനുഷ്യൻ തിരിഞ്ഞു നടന്നു, സഹായിച്ചില്ല. കുറേ കാലം കൂടെ കഴിഞ്ഞതിന് ശേഷം എഴുതപ്പെട്ട ചില രേഖകളിൽ ഫോറ്റിയോസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സഭാപിതാവ്, അദ്ദേഹം അത് എഴുതുന്നത് ഏതാണ്ട് 300-400 കാലയളവിലായി, AD 300-400 കാലയളവിലായിരിക്കാം. അദ്ദേഹം പഴയ രേഖകൾ ശേഖരിച്ച് ചെന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആധികാരികമായിട്ടുള്ള ഒരു ഏൻഷ്യൻ ഡോക്യുമെൻറ്റിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് അവസാനത്തിൽ നിക്കോദീമോസിനെ ഒരു വലിയ സംഘം ആളുകൾ ഒരു പേ പിടിച്ച നായെ തല്ലിക്കൊല്ലുന്നത് പോലെ സ്ട്രീറ്റിൽ തല്ലിക്കൊന്നു, രക്തസാക്ഷിയായി. അവനെ ലിഞ്ചിങ് എന്നാണ് പറയുന്നത്, ലിഞ്ചിങ്, കൊന്നു, രക്തസാക്ഷിയായി. ഒരു ജനക്കൂട്ടം അവനെ കൊന്നു. ആരായിരുന്നു എന്ന് ഓർക്കണം. എന്നാൽ യേശുവിന് വേണ്ടി നിന്നതുകൊണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ ഒരു കമൻറ്റ് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നത്, യേശുവിന് വേണ്ടി നിന്നാൽ എല്ലാം ഭംഗിയായിരിക്കും, എല്ലാം സമൃദ്ധിയായിരിക്കും, എല്ലാം അനുഗ്രഹമായിരിക്കും, പിന്നെ രോഗമില്ല, ദുഃഖമില്ലെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ദുരുപദേശം ഇന്ന് വളരെ പ്രചാരത്തിലുണ്ട്. എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമായിരുന്നു. ഞാൻ പറയാമോ, അത് ദുരുപദേശമാണ്. ബൈബിളിൽ വിശുദ്ധരായിട്ടുള്ള ആളുകളുടെ ജീവിതങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കേണ്ടി വന്ന വിലയെന്ന് പറയുന്നത് വളരെ വലിയ വിലയായിരുന്നു. സ്വന്തം ജീവനെ കൊടുക്കേണ്ടി വന്നു. എന്നാൽ ആ സ്ഥാനത്ത് അവർക്ക് ഒരു അനുഗ്രഹമുണ്ടായി. പുതുതായി ജനിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി. 2 കാര്യങ്ങൾ. ഒന്ന്,
പുതുതായി ജനിക്കാത്തിടത്തോളം, പുതുതായി ജനിച്ചു എന്ന ഉറപ്പില്ലാത്തിടത്തോളം നമ്മിലൊരു അസ്വസ്ഥതയില്ല എങ്കിൽ നാം പുതുതായി ജനിച്ചിട്ടില്ല. പുതുതായി ജനിക്കാത്തിടത്തോളം ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ, ഒരു അസ്വസ്ഥത, ഒരു ഉത്കണ്ഠ ഉണ്ടാകുന്നില്ല എങ്കിൽ, ഉറപ്പില്ല എങ്കിൽ ശ്രദ്ധിക്കണം. നാം ഒരുപക്ഷെ ജഡം കൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുകയായിരിക്കും. നാം ആത്മീകമെന്ന് നാം ചിന്തിക്കുന്ന പല കാര്യങ്ങൾ ചെയ്ത് തൃപ്തി അടയുവാൻ ശ്രമിക്കുകയായിരിക്കും. മാത്രമല്ല, പാപത്തോടുള്ളൊരു വികർഷണവും വിശുദ്ധിയോടുള്ളൊരു ആകർഷണവും നമ്മളില്ല എങ്കിൽ നാം വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്നു എന്ന് ചിന്തിക്കുന്നത് ഒരുപക്ഷെ ശരിയായിരിക്കില്ല. പാപം നാം എൻജോയ് ചെയ്യുന്നെങ്കിൽ, നാം പാപത്തോട്, അതാണ് ആകർഷണം എന്ന് പറയുന്നത്, പാപം നാം ആസ്വദിക്കുന്നെങ്കിൽ, വിശുദ്ധി നമുക്ക് അനിവാര്യമല്ലെങ്കിൽ, തലവേദനയായി തോന്നുന്നെങ്കിൽ, ഒരു ശ്വാസം മുട്ടലായി തോന്നുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നാം പുതുതായി ജനിച്ചിട്ടില്ല എന്നാണ്. ആരെയും വിധിക്കാൻ ഞാൻ ആളല്ല, നിങ്ങളാണ് നിങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത്. പക്ഷേ ബൈബിൾ കൃത്യമായി പറയുന്നത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല. ഇത് ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞ ഒരു മതത്തിൻ്റെ പഠിപ്പീരല്ല പ്രിയമുള്ളവർ. ഒരു മതം, ഞങ്ങളാരും മതപ്രചാരകരല്ല, മതത്തിൻ്റെ പഠിപ്പീരല്ല. യേശു ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നൊരു മതമല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നൊരു മതമുണ്ട്. ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത് ഒരു മാർഗമാണ്. യേശു ഒരു അനുഭവമാകണം. അവിടെ മാത്രമേ ജീവിതം അനുഗ്രഹിക്കപ്പെടൂ. പുറമേ നാം കാണിക്കുന്ന പലതും കൊണ്ട് നാം ആത്മികരാകുന്നു, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ ഉറപ്പ് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുണ്ടാകണം. അതുണ്ടാകുമ്പോൾ അത് നമുക്ക് മാത്രമല്ല, നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും നമ്മുടെ ദേശത്തിനും അനുഗ്രഹമായി മാറും. നാം ആരും മറ്റുള്ളവർക്ക് ദോഷമായി മാറില്ല. ചിന്തിച്ച് നോക്കിക്കാട്ടെ, ആരെങ്കിലും ഞാൻ ഒരു സംശയത്തിൻ്റെ നിഴലിൽ കൊണ്ടുവന്നെങ്കിൽ ഞാൻ പറയട്ടെ, അത് നല്ല കാര്യമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ച് നോക്കൂ, എന്നിട്ടൊരു തീരുമാനമെടുത്താട്ടെ. നിക്കോദിമോസിനെ പോലെ എന്ത് വില കൊടുക്കാനും, പാപത്തോടുള്ള വികർഷണവും വിശുദ്ധിയോടുള്ള ആകർഷണവും എത്ര വില കൊടുത്തും നേടിയെടുക്കുവാൻ ഞാൻ സമർപ്പിക്കുന്നു. ഒരു നിമിഷം ശാന്തമായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തന്നെ ശോധന ചെയ്യാം. കണ്ണുകൾ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രമുഖനായ, എല്ലാം കൊണ്ടും ആത്മികനെന്ന് എല്ലാവരും ചിന്തിച്ച വ്യക്തിയുടെ ഉള്ളിലുണ്ടായ ഉത്കണ്ഠ, ഉള്ളിലുണ്ടായ ഉറപ്പില്ലായ്മ, ഉള്ളിലുണ്ടായ മിഥ്യാബോധം നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തെ നാം സ്വയപരിശോധന ചെയ്താൽ, യേശു പറഞ്ഞ ആ കണ്ടീഷൻ, ആ വ്യവസ്ഥ വെച്ച് നാം സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിട്ടുണ്ടോ? ഇല്ല എങ്കിൽ, കർത്താവേ, എന്നെ അതിനുവേണ്ടി നീ ഒരുക്കണമേ, അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഒരു പരിശ്രമവുമല്ല, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് പാഴ്വേലയാണ്. എന്നാൽ ദൈവം എന്നിൽ പ്രവർത്തിക്കാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആരോടെങ്കിലും ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. ആർക്കെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ കൊടുത്തു തീർക്കാൻ ഞാൻ തയ്യാറാണ്. എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ദൈവം അവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ചല്ലോ. അവൻ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ടാണ് ഇന്നിവിടെ കൊണ്ടുവന്നത്. ഈ വചനം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇതിനോട്
അവഗണനാ മനോഭാവമില്ലാതെ ഇത് അംഗീകരിച്ച് ദൈവമേ എനിക്കും ആ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുവാൻ എന്നെ നീ വീണ്ടും ജനിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഇവിടുന്ന് പോകാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഇന്ന് രാത്രികാലം വീണ്ടും കേൾക്കുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. നിക്കോദിമോസിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഞങ്ങളാരും ഒന്നുമല്ല കർത്താവേ, എന്നാൽ ആ അനുഭവത്തിലും പ്രവർത്തിക്കുന്ന ദൈവകൃപ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് വചനം കേട്ട ആരെങ്കിലും കർത്താവേ ഈ പുതുതായി ജനിച്ചിട്ടില്ലാത്ത എന്ന അനുഭവത്തിലാകുന്നുവെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ അതേക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി അതേക്കുറിച്ചൊരു ബോധമുള്ളവരായി ജീവിപ്പാൻ അങ്ങനെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിപ്പാൻ ഇടയാക്കണമേ. ആരെങ്കിലും കർത്താവേ പുതുതായി ജനിച്ചിട്ട് ഇന്നും അതിനെക്കുറിച്ച് ഉറപ്പില്ലാത്തവരാകുന്നുവെങ്കിൽ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപുത്രൻ മഹത്വം എടുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.